നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി.കെ. ശ്രീമതിയുടെ ഒരു ഗതികേട് നോക്കണേ. ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ടതാണ്. മലയാളികളെ ഒന്ന് ഉദ്ധരിച്ചേക്കാമെന്ന് കരുതി അങ്ങോട്ടിട്ട പോസ്റ്റാണ്. പക്ഷേ മലയാളികൾ കയറി ഇറങ്ങി നിരങ്ങി അങ്ങ് തെറി വിളിച്ചാൽ എങ്ങനെയിരിക്കും? ഒടുക്കം കമന്റ് ബോക്സും പൂട്ടി AKG സെന്ററിൽ അടയിരിക്കുകയാണ് ഇപ്പോൾ പി.കെ. ശ്രീമതി. ഈ സഖാത്തികളുടെ ഒരു അവസ്ഥ നോക്കണേ. എപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടാലും മലയാളികൾ എല്ലാവരും കൂടെ കയറി അങ്ങ് എയറിലാക്കും. ഈ സ്വന്തം കണ്ണിലെ തടിയെടുത്തിട്ട് പോരെ അടുത്തവന്റെ കണ്ണിലെ കരടെടുക്കാൻ എന്നാണ് മലയാളികൾ ചോദിക്കുന്നത്. പി.കെ. ശ്രീമതി പിന്നെ എപ്പോഴും ഒരു തീവ്രത അളക്കുന്ന യന്ത്രവും കണ്ടാണല്ലോ നടക്കുന്നത്. പക്ഷേ പാർട്ടി തന്നെ സ്വയം അട്ടത്തെടുത്ത് വെച്ചിരിക്കുന്ന പീഡകന്മാരുടെ തീവ്രത അളന്നപ്പോൾ ഒട്ടും പോരാ എന്ന്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അളന്നപ്പോഴത്തേക്ക് യന്ത്രം തന്നെ അങ്ങ് അടിച്ചു പോയെന്നാണ് ശ്രീമതി ടീച്ചർ പറയുന്നത്. കോൺഗ്രസിനെ ഒന്ന് നന്നാക്കി കളയാമെന്ന് കരുതി പി.കെ. ശ്രീമതി ഒരു പോസ്റ്റ് പങ്കുവച്ചതാണ്. പക്ഷേ മലയാളികൾ ഇങ്ങനെയും അങ്ങ് തെറി വിളിക്കുമെന്ന് ശ്രീമതി ടീച്ചർ ഓർത്തു കാണത്തില്ല. ഇങ്ങനെയാണ് ഇനി ഞാൻ പോസ്റ്റ് ഇടില്ല എന്നും പറഞ്ഞ് പിണങ്ങി പോയിരിക്കുകയാണ്. പക്ഷേ പോയ വഴിക്കും കമന്റ് ബോക്സ് പൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത്. ഇനി എനിക്ക് തെറിവിളി കേൾക്കാൻ വയ്യെന്ന്. തെറിവിളിച്ച് മതിയായില്ലെങ്കിൽ ഇനിയുള്ള തെറിവിളികൾ കത്തായിട്ട് എഴുതി പാർട്ടി ആഫീസിലോട്ട് അങ്ങ് ഇട്ട് തന്നാൽ മതിയെന്നാണ് ശ്രീമതി ടീച്ചർ പറയുന്നത്. എന്തായാലും ശ്രീമതി ടീച്ചർ തെറിവിളി കേട്ട ആ പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുത്തരുത്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉയർത്തിയ ഗൗരവമേറിയ വിമർശനത്തിന് ഒരു മറുപടി പറയാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുത്തുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് നാം കാണുന്നത്. KPCC പ്രസിഡന്റും UDF കൺവീനറും ഒക്കെയാണല്ലോ സംഘടനയെ നയിക്കുന്നവർ. ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടവരും മാനസികമായി തകർക്കപ്പെട്ടവരുമായ പെൺകുട്ടികൾ കേരളീയ സമൂഹത്തിന്റെ ആകെ പിന്തുണ അർഹിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ ഉയർന്ന ചോദ്യം കോൺഗ്രസിനെയും UDFനെയും നയിക്കുന്നവർ രണ്ടുപേരും ആരോടൊപ്പമാണ് എന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഏറ്റവും അനുയോജ്യമായ വാക്കാണ്. കോൺഗ്രസിലെ സ്ത്രീ ലംബടന്മാർക്ക് ഒപ്പമാണ് തങ്ങൾ എന്ന് അവർ പച്ചയായി തുറന്നു പറയുകയും ചെയ്തു. തികച്ചും സ്ത്രീവിരുദ്ധമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് എങ്ങനെ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ ആശ്ചര്യം. ഇരയെ കടിച്ചു കീറിയ വേട്ട നായ്ക്കൾക്ക് വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശബ്ദം ഉയർന്നത്. ഇത് അത്യന്തം ഗൗരവതരമാണ്. കോൺഗ്രസ് മഹിളാ നേതൃത്വം ഇതിന് പ്രതികരിക്കേണ്ടതില്ലേ? അവർ മൗനം വെടിയണം. കോൺഗ്രസിന്റെ പ്രഗത്ഭരായ ദേശീയ മഹിളാ നേതൃത്വത്തിൽ നിന്ന് സ്ത്രീകൾക്ക് അനുകൂലമായി എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. പീഡകർ ആരായാലും അവർക്കെതിരെ ശക്തമായി നിലകൊള്ളുക എന്നത് സ്ത്രീ സമൂഹം ഒറ്റക്കെട്ടായി നിർവഹിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയ പെൺകുട്ടികളുടെ പരാതിയിൽ മുഖം നോക്കാതെ തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതാരായാലും സ്വീകരിച്ചിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ ശക്തമായ നിലപാടുകൾ കേരളീയ സ്ത്രീ സമൂഹത്തിന് ആശ്വാസമാണ്. ഇതായിരുന്നു ശ്രീമതി ടീച്ചർ പങ്കുവെച്ച കോൺഗ്രസിന്റെ നേതാക്കളെയും വനിതാ നേതാക്കളെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടി പങ്കുവെച്ച ആ പോസ്റ്റ്. അപ്പോൾ ഈ കുഞ്ഞു മുഹമ്മദിന്റെ കാര്യത്തിൽ എന്ത് നടപടിയാണ് പി.കെ. ശ്രീമതി ടീച്ചറെ നിങ്ങളുടെ പാർട്ടിയും സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്? പരാതി കിട്ടി ഒരാഴ്ചയോളം അതങ്ങ് മുക്കിവെച്ചു. എന്നിട്ട് ഇപ്പോൾ വന്നിരുന്ന് ഗീർവാണം അടിക്കുകയാണ് ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ് എന്ന്. ലേശമെങ്കിലും ഉളുപ്പ് ഈ സഖാത്തികൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുകയാണ്. ഒന്ന് ഓർത്തു നോക്കണം. കോൺഗ്രസിന്റെ മഹിളാ നേതാക്കളെയൊക്കെയാണല്ലോ പി.കെ. ശ്രീമതി ടീച്ചർ ഇപ്പോൾ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദം വന്നപ്പോൾ രാഹുലിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറയാനുള്ള ഒരു ആർജവമെങ്കിലും ഈ കോൺഗ്രസിലെ വനിതാ നേതാക്കൾ കാണിച്ചിട്ടുണ്ട്. ഉമാ തോമസും ഷാനിമോൾ ഉസ്മാനും ഒക്കെ അതിശക്തമായി തന്നെ രാഹുലിനെതിരെ നിലകൊണ്ടവരാണ്. അതിനുശേഷമായിരുന്നു അവർക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായതൊക്കെ. അതൊക്കെ പോട്ടെ, ഈ മുകേഷിന്റെ കാര്യത്തിൽ എന്ത് നിലപാടായിരുന്നു ഈ പാർട്ടിയിലെ സഖാത്തികൾ സ്വീകരിച്ചത്? പി.കെ. ശ്രീമതി തന്നെ പറഞ്ഞത് എന്താണ്? മുകേഷ് ആരോപണ വിധേയനാണ്, ആരോപണ വിധേയൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന്. ഇമാതിരി ഉളുപ്പില്ലായ്മയൊക്കെ പറയണമെങ്കിൽ അപാര തൊലിക്കെട്ടി വേണം. അതുണ്ട് എന്ന് ഈ സഖാത്തികൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ലൈംഗിക ആരോപണ കേസിൽ ഉൾപ്പെട്ട ആളാണ്. പാർട്ടി തന്നെ അയാൾക്കെതിരെ നടപടിയെടുത്തതാണ്. എന്നിട്ട് ഇതേ മുഖ്യമന്ത്രി, അതായത് പിണറായി വിജയൻ തന്നെയാണ് അയാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി നിയമിച്ചു വെച്ചത്. അപ്പോൾ എവിടെയായിരുന്നു സഖാത്തികൾ? വായിൽ എന്തായിരുന്നു? രണ്ടു വാക്ക് എന്ത് ചോദിച്ചില്ല? അതും പോട്ടെ, KTDC ചെയർമാൻ സ്ഥാനത്ത് P.K. ശശിയെ കൊണ്ടിരുത്തി. എന്തുകൊണ്ട് ഈ സഖാത്തികൾ എതിർത്തില്ല?
വൈശാഖനെ ലൈംഗികാരോപണ കേസിൽ ഇവരുടെ പാർട്ടിയിലെ ഒരു വനിതാ നേതാവ് തന്നെ അയാൾക്കെതിരെ പരാതിപ്പെട്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ മാറ്റി നിർത്തി അതേ സ്പീഡിൽ തിരികെ കൊണ്ടുവരികയും ചെയ്തു. എത്ര സഖാത്തികൾ പ്രതികരിച്ചു. എന്നിട്ടാണ് കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ അല്പമെങ്കിലും ആർജവം കാണിക്കണമെന്ന് പി കെ ശ്രീമതി പറയുന്നത്. ലേശമെങ്കിലും ഉളുപ്പുണ്ടോ സ്ത്രീയെ നിങ്ങൾക്ക്? ഈ കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യം നിങ്ങളുടെ കോഴിക്കൂട് അടച്ചിട്ടിട്ട് വേണം ബാക്കിയുള്ള പറമ്പിലേക്ക് നോക്കാൻ. ഇത് ഇവരുടെ കയ്യിലിരിപ്പ് മുഴുവൻ അങ്ങേ അറ്റത്തതാണ്. എന്നിട്ടാണ് ഇവർ ബാക്കിയുള്ളവരെ ഉദ്ധരിക്കാൻ നടക്കുന്നത്. ഉദ്ധരിക്കാൻ ചെന്നതിന് മലയാളികൾ എടുത്ത് ഉടുത്തു വിട്ടിട്ടുണ്ട്. തെറിവിളി കൂടിയപ്പോഴായിരുന്നു പി കെ ശ്രീമതി കമന്റ് ബോക്സ് ഓഫ് ചെയ്തത്. അതിനു മുൻപ് ഒരു കമന്റ് ഇട്ടായിരുന്നു: വിമർശനം വളരെ സ്വാഗതം, എന്നാൽ വൃത്തികേട് എഴുതി കൂട്ടുന്നത് അംഗീകരിക്കാനാകില്ല സുഹൃത്തെ. ഇതായിരുന്നു പി കെ ശ്രീമതി തെറിവിളി കേട്ട് മടുത്തപ്പോൾ പങ്കുവച്ച ഒരു കമന്റ്. അതിനും കൊടുത്തിട്ടുണ്ട് മലയാളികൾ, നല്ല ഒന്നാന്തരം അടി കൊടുത്തിട്ടുണ്ട്. കമന്റ് ബോക്സ് ഓൺ ചെയ്ത് വെക്കാനുള്ള തന്റെ ഇടം കാണിക്കൂ സഖാത്തി. ഒരു പോസ്റ്റ് ഇടുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും. താങ്കൾ ഒരു പബ്ലിക് ഫിഗറാണ്, ജനത്തിന് കമന്റ് ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതായിരുന്നു ഒരാൾ പങ്കുവച്ച കുറിപ്പ്. ഞങ്ങൾ PT കുഞ്ഞു മുഹമ്മദിനൊപ്പമാണ് എന്ന് ഇവരെ അടപടലം തേച്ചൊട്ടിച്ചുകൊണ്ട് ഒരു കമന്റ് ഒരാൾ പങ്കുവച്ചിട്ടുണ്ട്. ഇതാണ് ഇവരുടെ സ്ത്രീപക്ഷ നിലപാട്. ഇവർ വേട്ടക്കാരെ സംരക്ഷിക്കുന്നതും ഇവർ തന്നെയാണ്, എന്നിട്ട് ഇരകളെ ഞങ്ങൾ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് നടക്കുന്നതും ഇവരാണ്. എന്ത് ധാർമ്മികതയും എന്ത് ന്യായവുമാണ് നിങ്ങളുടെ പക്ഷത്തുള്ളത്? ഇപ്പോഴും ഈ നിയമസഭയിൽ ഉൾപ്പെടെ ഇവരുടെ പെണ്ണുപിടിയന്മാർ കയറിയിരിപ്പില്ലേ? എന്നിട്ട് ഇതൊക്കെ വന്ന് വിളിച്ചു കൂവുന്നതിന് തൊലിക്കെട്ട് ചില്ലറയൊന്നും പോരാ. പി കെ ശ്രീമതിക്ക് 4 വഴിക്കൂടെയുമാണ് ഇപ്പോൾ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കിട്ടിയ അടിയുടെ വേദനയിലാണ് കമന്റ് ബോക്സും പൂട്ടി ഓടിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരൻ തന്നെയാണ്, അല്ല എന്ന് പറയുന്നില്ല. അയാളെ രാഷ്ട്രീയത്തിൽ അടുപ്പിക്കുകയേ ചെയ്യരുത്. കാരണം രാഷ്ട്രീയക്കാരനായി ഇരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ അതിനെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണ് CPM-നുള്ളത്? ആദ്യം നിങ്ങളുടെ ഈ പൂവൻ കോഴികളെ ഒന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് വേണം അടുത്തവന്റെ പറമ്പിൽ ചെന്നിട്ട് ആ കോഴിയെ പുറത്താക്കൂ എന്ന് പറയാൻ. മുകേഷിനെതിരെ വിവാദം വന്നപ്പോൾ ഒരു യുവതി അയാൾക്കെതിരെ പരാതിപ്പെട്ടപ്പോൾ കേരളം ഇളകിമറിയുന്ന പ്രതിഷേധവും പൊട്ടിത്തെറിയും ഉണ്ടായി. അപ്പോഴൊക്കെയും സഖാത്തികൾ എല്ലാവരും ചേർന്ന് മുകേഷിനെ അട്ടത്തെടുത്ത് വെക്കുകയാണ് ചെയ്തത്. അയാളെ പിന്തുണച്ച് സംസാരിച്ച പി കെ ശ്രീമതിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചത് സ്ത്രീലമ്പടനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ്. അപ്പോൾ പിന്നെ ഇവരുടെ പാർട്ടിയിലുള്ളവരൊക്കെ അങ്ങ് വളരെ മെനക്കി നടക്കുന്ന നേതാക്കന്മാരാണോ? വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവന്മാരാണ് എന്ന് ഈ CPM നേതാക്കളെ കുറിച്ച് പ്രതികരിച്ചത് ആരായിരുന്നു? സ്വപ്ന സുരേഷ് തന്നെയാണ് പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രനെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ല എന്ന്. ശ്രീരാമകൃഷ്ണൻ എന്ന ആ സ്ത്രീരാമകൃഷ്ണൻ ഉണ്ടല്ലോ, ഇവരുടെ 1ാം പിണറായി സർക്കാരിലെ സ്പീക്കറിന്റെ ഗുണം എന്താണെന്ന് സ്വപ്ന സുരേഷ് തന്നെ വിളിച്ചു കൂവിയതാണല്ലോ. തോമസ് ഐസക് മൂന്നാറിലേക്ക് സ്വപ്ന സുരേഷിനെ വാ നമുക്ക് തണുപ്പ് കൊള്ളാൻ പോവാം എന്ന് പറഞ്ഞ് വിളിച്ച ആളല്ലേ. ഇമ്മാതിരി കോഴികളൊക്കെ ഇവരുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ടും വന്നു നിന്ന് അങ്ങ് ഡയലോഗ് അടിക്കുകയാണ്. മലയാളി ആട്ടി വിടുന്നതിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ആട്ടുകയല്ല, ചൂലും കെട്ടിന് അടിക്കുകയാണ് വേണ്ടത്. പി കെ ശ്രീമതി പങ്കുവച്ച പോസ്റ്റിന് താഴെ മറ്റൊരു കമന്റ് കൂടിയുണ്ട്, അതുകൂടി ഒന്ന് നോക്കണം. SFI കുട്ടികളെയും CPI-യെയും പറ്റിച്ച് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ജനം മറക്കണോ? മൂത്ത സംഘി യോഗിജിയുടെ കത്ത് CPM നിയന്ത്രിക്കുന്ന കേരള സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ വായിച്ചു പുളകം കൊള്ളിച്ചത് ആരെ തൃപ്തിപ്പെടുത്താൻ? 2024 ലോക്സഭാ ഇലക്ഷൻ സമയത്ത് കേരളത്തിലെ ഇലക്ഷന് ശേഷം മറ്റുള്ള സ്റ്റേറ്റിൽ ഇലക്ഷൻ പ്രചാരണത്തിന് പോകാതെ ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വിദേശത്ത് ടൂർ പോയത് ആരെ തൃപ്തിപ്പെടുത്താൻ? ഗെയിൽ പദ്ധതി പൈപ്പ് ലൈൻ ബോംബാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്ത സഖാവ് P രാജീവ് അങ്ങയുടെ മന്ത്രിസഭയിലെ മന്ത്രിയാണ്. കേരളയിൽ ഇനി നടക്കില്ല എന്ന് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച താങ്കളാണ്. എത്ര ലക്ഷം കുറ്റിയുടെ പേരിൽ സർക്കാർ നികുതി പണം വേസ്റ്റ് ആക്കി? വിഴിഞ്ഞം അഴിമതി അന്വേഷിച്ച് റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? നിത്യോപയോഗ സാധനങ്ങൾക്ക് പൊള്ളുന്ന വിലയുള്ള സമയത്ത് പെൻഷൻ കൂട്ടി എന്നത് നേരാണ്. പെട്രോൾ സെസ് പിരിച്ചത് പെൻഷൻ മുടങ്ങാതെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഒരു കമന്റ് പങ്കുവച്ചത് ഈ CPM-ന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്നതിന് വേണ്ടിയാണ് ഒരാൾ പങ്കുവച്ച കമന്റ് ആയിരുന്നു ഇത്. ഇതാണ് എല്ലാ കാര്യത്തിലും ഇവരുടെ യൂട്ടേൺ അടി ഇങ്ങനെയാണ്. ഇവരുടെ കയ്യിലിരിക്കുന്നത് അങ്ങേ അറ്റത്തെ അഹമ്മദിയും അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെയാണ്. എന്നിട്ടും അതൊന്നും സമ്മതിക്കാതെ മറ്റുള്ളവന്റെ മെക്കിട്ട് കയറുന്നതിലാണ് ഈ CPM-ന് ഭയങ്കര വിരുതുള്ളത്.
അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ ഇനി അങ്ങോട്ട് സൗകര്യമില്ല എന്നാണ് PK ശ്രീമതി പങ്കുവച്ച പോസ്റ്റിന് താഴെ പലരും വന്ന് കമന്റ് ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. അല്ല എങ്കിൽ നിങ്ങൾ അവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ പോകരുത്. കാരണം ബാക്കി 4 വിരലുകളും നിങ്ങൾക്ക് നേരെ തന്നെയാണ് ചൂണ്ടപ്പെടുന്നത്. ആ ഒരു ഓർമ്മ PK ശ്രീമതി ഉൾപ്പെട്ട സഖാത്തികൾക്കുണ്ടാകണം. സഖാത്തികൾക്ക് ആർജവം ഉണ്ടെങ്കിൽ ഈ പാർട്ടിയിലെ പെണ്ണുപിടിയന്മാരെ ചവിട്ടി പുറത്താക്കാനുള്ള ഒരു ആർജവം കാണിക്കൂ എന്നാണ് മലയാളികൾ പ്രതികരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.